ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരുപാട് സന്തോഷമാണ്, കാരണം റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും, മിസ് ചെയ്യേണ്ട. അപ് ടു 80% ഡിസ്കൗണ്ട്, 50 to 80% ഡിസ്കൗണ്ട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി കാറ്റഗറിയിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് മൊത്തം ഫുഡ് വെയർ കളക്ഷൻ. കുറച്ച് ഡിഫറെൻ്റ് അല്ലേ, കുറേ നാളായിട്ടോ നമ്മൾ ഫുഡ് വെയറിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. എപ്പോഴും ഈ ഡ്രസ്സിൻ്റെ വീഡിയോസ് അല്ലേ ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി പിടിച്ചു. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തം 10 ഫുഡ് വെയർ ആണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതുണ്ട്, നമുക്ക് എത്നിക് വൈറ്റ്, കാഷ്വൽ, ഫോർമൽ, അങ്ങനെ മൊത്തം പാർട്ടി വെയറിൻ്റെ പോലത്തെ അങ്ങനത്തെ എല്ലാം മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വെച്ചാൽ ആർക്കൊക്കെ ഏതൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒരു 10 അങ്ങോട്ട് എടുത്തു. അപ്പോൾ സമയം കളയണ്ട അല്ലേ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് ഒരു എത്നിക് വെയർ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ചെരുപ്പ് കണ്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ അല്ലേ, മെറൂൺ ഷെയ്ഡിൽ. ഇതിൽ സിൽവർ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുൾ സിൽവറിൻ്റെ വർക്കും അതുപോലെ തന്നെ മെറൂണിൻ്റെ കോമ്പിനേഷനും നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഈ മെറൂൺ കാണുന്നത് മൊത്തം വെൽവെറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് കാലൊക്കെ വെക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള. പിന്നെ ചിലവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ളത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ പിടുത്തില്ല എന്നൊക്കെ പറയും. ഇവിടെ ഈ ഒരു പോർഷനിലും ഇങ്ങനെ നടുക്കിൽ വേറെ പിടുത്തൊന്നുമില്ല. ഇങ്ങനെ യൂസ് ചെയ്യണവർക്കൊക്കെ ആണെങ്കിൽ എത്നിക് വെയർ എന്ന് പറയുമ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, പിന്നെ 2-3 ഷെയ്ഡ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എത്രത്തോളം ഗ്രിപ്പ് ഉണ്ടെന്ന് കൂടി നോക്കാം. ഫ്രണ്ട് സൈഡിൽ സോഫ്റ്റ് ആണ്, അതേപോലെ തന്നെ ബാക്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പും കൂടി ഉണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ വെച്ച കാലം അവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒരു കിലുകിലാ ശബ്ദം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ സിൽവറിൻ്റെ, ഇതിൻ്റെ തന്നെ സെയിം ആമസോണിൽ സിൽവറിൻ്റെ ഈ നെക്ലസും ഇയറിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റും കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതെടുത്തിട്ടായിരിക്കും ഇതിൽ വെച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഒരു സെറ്റ് വരുന്നത്. എൻ്റെ സൈസ് വരുന്നത് ഇതിൽ 40 ആണ്, 41 ആണ്. പക്ഷേ ഇതിൽ സൈസ് കൊടുത്തിരിക്കുന്നത് സാധാരണ നോർമൽ ഞാൻ മേടിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ 40 എന്ന് പറയുമ്പോൾ 40 UK. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒരു സൈഡ് അപ്പ് എടുക്കേണ്ടി വരും, 41 സൈസ്. പക്ഷെ എനിക്ക് എക്സ്ചേഞ്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഞാൻ 40 സൈസ് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 41 അയച്ചു തന്നു. അവർക്കറിയാം 40 എന്ന് പറയുമ്പോൾ എന്തായാലും 41 ഇട്ടാലാണ് പാകാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സൈസാണ്, നല്ല അടിപൊളി സൈസ് അല്ലേ. ഇതിൽ പക്ഷെ 7 എഴുതിയിട്ടുണ്ട് കണ്ടോ, ഇവിടെ 7 സൈസ് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ 41 ആണ് സൈസ് എഴുതിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ ശബ്ദങ്ങൾ വേണ്ട, നമുക്ക് കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് വേണം എന്ന് വെച്ചാൽ ഇതേ സെയിം പാറ്റേണിൽ തന്നെ ബ്ലാക്കിലും വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിൽ എന്ന് പറയുമ്പോൾ ഇതിൽ ശബ്ദമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് പാർട്ടി ലുക്കായിരിക്കും. ഈ ഒരു പോർഷനിൽ ഫുൾ ഇങ്ങനെ ഗ്ലിറ്ററിൻ്റെ പോലത്തെ ഒരു വർക്കാണ് കേട്ടോ. ഇത് കുറേ നാളായി ഞാൻ യൂസ് ചെയ്യുന്നു. ഇതുവരെ അങ്ങനെ ഗ്ലിറ്റർ കാര്യങ്ങളൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. യൂസ് ചെയ്തതിൻ്റെ കോലം ബാക്കിലത്തെ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺസ് ഒന്നും അങ്ങനെ പോകുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു വലിയൊരു ഡയമണ്ടിൻ്റെ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇതിലും ബ്ലാക്ക് അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഇതിലും വരുന്നുണ്ട്. ഇതിലും സെയിം 41 സൈസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 40 സൈസ് എന്ന് പറയുമ്പോൾ 41 ആണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നന്നായി യൂസ് ചെയ്ത്. ബാക്ക് സൈഡിൽ ഗ്രിപ്പ് ഉണ്ട്, നല്ല ഗ്രിപ്പാണ് കേട്ടോ. ഒരു തരത്തിലും നമുക്കങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഫ്ലാറ്റ് യൂസ് ചെയ്യണവർക്കൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ചെരുപ്പ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇതൊരു 250 ആ ഒരു റേഞ്ചിലാണ് ഞാൻ മേടിച്ചത്. നേരത്തെയും ഇതും സെയിം ആ ഒരു റേഞ്ചിലാണ് മേടിച്ചത്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റേറ്റിന് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറൻറ്റ് ലേറ്റസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഫ്ലാറ്റിൽ തന്നെ ഇപ്പോൾ 2-3 നമ്മൾ കണ്ടു. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പറയാൻ ഫ്ലാറ്റിൽ തന്നെ എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെടുന്നത് കോലാപുരി സാൻഡൽ. കോലാപുരി ചെരുപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇത് ഹാൻഡ് ക്രാഫ്റ്റ് ആണ്, ഹാൻഡ് മെയ്ഡ് ചെരുപ്പാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ റേറ്റും അതേപോലെ കൂടും കേട്ടോ. കാരണം കോലാപുരി ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്, നല്ല സ്ട്രോങ് ആണ്. എത്ര കാലം നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ, ഒരു തരത്തിലും കംപ്ലൈൻറ്റ് വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ്
കൊലാപുരി ചെരുപ്പ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതൊരു റെഡിഷ് ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ടീ ഷേപ്പിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. നല്ല സ്ട്രോങ് ടൈപ്പ്. പിന്നെ ഇതിൻ്റെ സൈഡ് ലുക്കൊക്കെ കണ്ടോ, നല്ല അത്യാവശ്യം വലിച്ചാൽ ഇങ്ങനെ സൂപ്പർ സ്ട്രോങ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഗ്രിപ്പ് വരുന്നത്. ഇനി ഇതിൻ്റെ സൈസ് ഞാൻ മേടിച്ചത് 7 ആണ്. UK സൈസ് 40. പക്ഷേ 40 സൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും എനിക്ക് കാണാനില്ല. ഇതെന്തോ സൈസ് മിസ്സായിട്ട് അവർ അയച്ചു തന്നതാന്ന് തോന്നുന്നു. ഇവിടെ 10 എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇത് ശരിക്കും 7 സൈസ് എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കേണ്ടത്. പക്ഷെ ഇത് എന്തോ സംതിങ് റോങ്. എനിക്കിത് പാകാവുന്നില്ല. ഭയങ്കര ലൂസാണ് കേട്ടോ. ഇത്രയും വലിയൊരു ചെരുപ്പ് എനിക്ക് പറ്റില്ല. 7 സൈസ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത സൈസ് വരാനായിട്ട്. കൊലാപുരി ചെരുപ്പ് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു 1299 ആ ഒരു റേഞ്ചിൽ വരും കേട്ടോ. ഞാൻ മേടിച്ച റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇനി അടുത്തത് ഫ്ലാറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടി വെയർ ഹീലുള്ളതും ബ്ലോക്ക് ഹീൽ അങ്ങനെ വെറൈറ്റികൾ എടുക്കാം. അപ്പോൾ ഫ്ലാറ്റിലാണ് കുറച്ചുകൂടി ഡിമാൻഡ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ ചെറുപ്പം ഫ്ലാറ്റിൽ കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്തതും ഫ്ലാറ്റിൽ തന്നെയാണ്. ഇത് സൂക്ക് ബ്രാൻഡിൻ്റെയാണ്. സൂക്ക് ബ്രാൻഡിൻ്റെ തന്നെ ബാഗ്സും അതേപോലെ തന്നെ സാൻഡിൽസ് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ സാൻഡിലും ബാഗ്സിലാണ് കൂടുതൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സാൻഡിൽ ആയതുകൊണ്ട് സാൻഡിൽ എടുത്തു. ഇതൊരു സ്ലൈഡർ ആണ് കേട്ടോ. സ്ലൈഡർ ക്രോസ് സ്ലൈഡർ പോലെയാണ് ഈ ഒരു ചെരുപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ജൂട്ടിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അതുപോലെ ഇത് ലെതറാണ്. ലെതർ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ലെതർ അല്ല, എന്നാലും ലെതർ തന്നെ. പിന്നെ ഉള്ളിലത്തെ ഇത് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ നമുക്ക് കാല് വയ്ക്കാനുള്ള പോർഷൻ. ബാക്ക് സൈഡിലും ഗ്രിപ്പുള്ളതാണ്. നല്ല ഗ്രിപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത്. അത്യാവശ്യം നല്ല. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ചിലവർക്ക് ഇത് എന്താ പറയുക, കാല് വയ്ക്കുമ്പോൾ ഇങ്ങനെ കാല് വയ്ക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്നവർ, കാരണം ഈ സൈഡിലൊന്നും അങ്ങനെ പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ചിലർക്ക് കാല് വയ്ക്കുമ്പോൾ ഇങ്ങനെ കുറേ പേർക്കൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ കയറി പോണത്. പക്ഷെ നല്ലതാണ്. പക്ഷെ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളത്തിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇടയിൽ നിന്നൊക്കെ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു 800, 820 ആ ഒരു റേഞ്ചിനാണ് മേടിച്ചത്. ഇപ്പം റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് സൂക്ക് ബ്രാൻഡിൻ്റെ ഫ്ലാറ്റ് ചെരുപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ഓപ്പൺ സ്പേസ് ആയിട്ടുള്ളതല്ലേ. ഇനി ഓപ്പൺ ആയിട്ടുള്ളത് വേണ്ട, നമുക്ക് കുറച്ച് കവേർഡ് ആയിട്ടുള്ള ടൈപ്പ് വേണം. കാലിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപ്പിറ്റീര് ഭാഗം ഒന്ന് കാണാണ്ട് അങ്ങനത്തെ ഒരു മോഡൽ വേണമെന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഇതൊരു എത്നിക് ഷൂ ആണ് കേട്ടോ വരുന്നത്. സ്പാർക്കിൾ ഗോൾഡിൻ്റെ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഒരു 600 ആ ഒരു റേഞ്ചിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതേപോലെ ഇട്ട് വരുമ്പോഴും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ കുറച്ച് കംഫർട്ടബിൾ വരാം. കാരണം നോർമലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വന്നത് കൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് 2-3 പ്രാവശ്യം ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും കേട്ടോ. ഇതൊരു എത്നിക് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ഗ്രിപ്പ് അത്യാവശ്യം നന്നായിട്ട് ഗ്രിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാലൊക്കെ വെച്ച് സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. യൂസ് ചെയ്ത് അത് ഷീലായി വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യുക. അല്ലാണ്ട് ഒരു തവണ ഇടുമ്പോഴേക്കും അയ്യോ ഇതെന്താ ഒരു പിടുത്തം പോലെ, അങ്ങനെയല്ല. ഒരു 2-3 തവണ യൂസ് ചെയ്ത് വന്നാലാണ്. അത് ഏതൊരു ചെരുപ്പായാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് യൂസ്ഡായി വരണമല്ലോ. അപ്പോൾ ഇതും സൈസ് 40 തന്നെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. യെസ് 40. അപ്പോൾ ഇനി അടുത്തേക്ക് കിടക്കാം. അപ്പോൾ ഫ്ലാറ്റിൽ നമുക്ക് കൊലാപുരിയായി, സാധാ ചെരുപ്പായി, ഇങ്ങനെ പാക്കഡ് ആയിട്ടുള്ളതായി എല്ലാം. ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ഹീല് ടൈപ്പ് ആയിട്ടുള്ളത് നോക്കാം. ബാറ്റയുടെ ചെരുപ്പ് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ, ആ ഒരു ബ്രാൻഡ്. അപ്പോൾ ബാറ്റ ബ്രാൻഡിൻ്റെ ഒരു നല്ലൊരു സാൻഡൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാൻഡൽ. എനിക്ക് ഫ്ലാറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ ഒരു പോയിന്റ് ഹീൽ ടൈപ്പ് ആയിട്ടുള്ള സാൻഡൽസ് ആണ് കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം. കാരണം ഇതൊക്കെ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു ദോഷം കൂടി ഉണ്ട്, അതും കൂടി പറയാം. ബാറ്റ
ഇത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. ബക്കൽ ടൈപ്പാണ് ഇതിൻ്റെ ക്ലോസ് വന്നിരിക്കുന്നത്, ക്ലോസിങ് സിസ്റ്റം വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒറിജിനൽ ആണ് കേട്ടോ. അതാ ബാറ്റ ഒറിജിനൽ ആണ്. അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഹീലെന്ന് പറയാനായിട്ട് ഇതാ പോയിന്റഡ് ഹീലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്രയ്ക്ക് ഹീല് വരുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഇങ്ങനെ ഹീല് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഹീല് ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും, നോർമലി സ്ട്രെയിറ്റ് അല്ല, കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇടുമ്പോൾ കുറച്ചിങ്ങനെ തെന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് മേടിക്കേണ്ടെന്ന് തന്നെ പറയുള്ളൂ. അവർക്ക് പറ്റിയിട്ടുള്ള വേറെ നമ്മൾ ഹീല് മേടിച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി കാണിച്ചു തരാം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് വന്നാൽ നമുക്ക് യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ, നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ബാറ്റര ചെരുപ്പിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് 1000 ഞാൻ മേടിച്ചപ്പോൾ 1299 റുപ്പീസ് ആയിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തു വെബ്സൈറ്റിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 999. ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റേഞ്ച് കേട്ടോ. ഞാൻ മേടിച്ചപ്പോൾ 1299. അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ്. ഇതിൽ ഒരു കളർ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, റോസ് കളർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കളക്ഷൻ വരുന്നത്. ഇനി അടുത്ത ചെരുപ്പ്, അടുത്തത് ബ്ലാക്ക് പിന്നെ എല്ലാവർക്കും വേണ്ട ഒരു ഷെയ്ഡാണല്ലോ അല്ലേ. ഒരുവിധം നോർമലി പോകുന്ന ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഞാൻ ചെരുപ്പ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണ്. ഇനി ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക് ഹീലാണ്. അപ്പോൾ നോർമലി ഇങ്ങനത്തെ ബ്ലോക്ക് ഹീൽ ചെരുപ്പൊക്കെ നമുക്ക് ഇടാണെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ഫീൽ ചെയ്യും കേട്ടോ. മറ്റേ ചിലർക്ക് ഈ പോയിന്റ് ഹീലൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് കുറച്ചുകൂടി കയറ്റിയിട്ട് ബക്കൽ ടൈപ്പ് ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെരുപ്പ് കാല് അങ്ങനെ പുറത്തേക്ക് പോകാനൊരു ചാൻസും ഇല്ല. ഈ ഒരു പോർഷനിൽ പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു ഗ്ലിറ്ററിങ് ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ഗ്ലിറ്റർ അല്ല കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ തന്നെയുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇങ്ങനെ പോവാനൊന്നുമില്ല കേട്ടോ, ഗ്ലിറ്റർ അല്ല അത്. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ അത് എന്ത് നല്ല ഷൈനി ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതല്ല. ഇതിലും അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ മേടിച്ച സമയത്ത് 1299 ആ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത്. സൈസ് വരുന്നത് 40 സൈസാണ് കേട്ടോ. 40 ബക്കൽ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് സെയിം ബ്രാൻഡിൻ്റെ തന്നെ പമ്പ് ഹീൽ. എന്തൊരു സ്ഥലം ഇത് കാണാനായിട്ട്, എന്തോ ഭംഗിയല്ലേ, കണ്ടോ. ഇത് പമ്പ് ഹീലാണ് വരുന്നത്. ഇത് കിറ്റൻ ഹീൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കിറ്റൻ ഹീൽ എന്ത് രസമല്ലേ. കിറ്റൻ ഹീൽ ഇത് കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് തന്നെയാണ്. പക്ഷേ ഇത് ഹൈറ്റ് കുറവാണ്, ഒരു 1.5 ഇഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ ഹീൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊന്നും അത്ര ഭയങ്കര ബുദ്ധിമുട്ടങ്ങ് ഫീലൊന്നും ചെയ്യില്ല, സുഖമായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും. ഇത് ഗ്ലിറ്റർ ടൈപ്പാണ്. ഇനി കയ്യിലാവാൻ ചോദിച്ചാൽ ആവില്ല, കയ്യിലാവാൻ ചാൻസ് ഇല്ലതാ. ഇത് ആ മെറ്റീരിയൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ഗ്രിപ്പ് മാത്രമേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളൂ, കണ്ടോ. ഇനി ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ 39 എന്ന് പറയുമ്പോൾ 6 കേട്ടോ. നോർമലി എല്ലാം ചെരുപ്പ് മേടിക്കുന്നത് സൈസ് 7 ആണ്. പക്ഷേ ഇത് സൈസ് 6. അത് നമുക്ക് ഏതൊരു ചെരുപ്പ് മേടിക്കുമ്പോഴും അതിൽ സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാകും. ആ സൈസ് ചാർട്ട് നോക്കിയിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ റിട്ടേണോ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരാറില്ല. അപ്പോൾ ഇത് സൈസ് 6 ആണ്. ഇനി ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. 6 ആണ്, 39 ആണ് സൈസ് എന്ന് പറഞ്ഞാലും ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്. ഇനി ഒരു പൊടിക്ക് ലൂസ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നമുക്ക് തീരെ നടക്കാനേ പറ്റില്ല. കുറച്ച് ഒരു പൊടിക്ക് ലൂസ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, ഞാനൊക്കെ അങ്ങനെയാണ് പോവാറ് കേട്ടോ. കുറച്ച് പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. പക്ഷെ അപ്പോൾ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇതിലും 3-4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. റോസ് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ ഒരു ബ്രൗൺ, റോസ് ഗോൾഡ്, സിൽവർ, ബ്ലാക്ക്, 3 ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പം ഞാൻ പിക്ക് ചെയ്തത് ബ്ലാക്ക് ആണ്. ഞാൻ റോസ് ഗോൾഡാണ് നോക്കിയത്, പക്ഷേ റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡിൻ്റെ സൈസ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആണ് എടുത്തത്. ബ്ലാക്ക് പിന്നെ എല്ലാത്തിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണല്ലോ അല്ലേ. കിറ്റൻ ഹീൽ. ഇനി ഇത് പാർട്ടി വെയർക്കായി. പാർട്ടി വെയർ കഴിഞ്ഞു, നോർമലായിട്ടുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ റാമ്പ് വാക്ക്.
അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പാണ് കേട്ടോ. ഇതാ അതിന് പറ്റിയിട്ടുള്ള ഒരു സാൻഡിൽ അത്യാവശ്യം സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇട്ട് വരുമ്പോൾ നല്ല ഭയങ്കര ഇട്ടിട്ടുള്ളൊരു വശം കൂടി വേണം, അതും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ കുറച്ചിങ്ങനെ അപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു തെന്നാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് 2 ദിവസം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നടക്കാനായിട്ട്. ഇട്ടിട്ട് നടക്കുമ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിലേക്ക് പോകണ ഇങ്ങനെ പെട്ടെന്ന് വീഴാനുള്ളൊരു ചാൻസ്. പിന്നീട് അത് ശരിയായി വന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഹീലുണ്ടെങ്കിലും അത് ഇവിടെ കൊണ്ട് ബാലൻസ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് വലിയ ഹീലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സംഭവമായിരിക്കും കേട്ടോ. ഇത് ബാക്ക് സൈഡിലത്തെ ലുക്ക് ഇതാ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ മേടിച്ചത് 40 ആണ് കേട്ടോ സൈസ് വരുന്നത്. 40 സൈസ്. ഇപ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ ഞാനിത് മേടിച്ചപ്പോൾ ഈ പാറ്റേൺ ഉണ്ടായിരുന്നു. ഈ പാറ്റേൺ അല്ല, ഈ ബ്ലാക്ക് സൈഡ് ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ, ആമസോണിൽ കയറി നോക്കിയപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ഗ്ലിറ്റർ ആയിട്ടുള്ള ടൈപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ കിട്ടില്ല. ഇനി കിട്ടുകയാണെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ ടൈപ്പ് ആയിട്ട് അതും നല്ല സൂപ്പർ ആട്ടോ കാണാനായിട്ട്. പാറ്റേൺ ഒക്കെ സെയിം ആണ്. പിന്നെ അധികം റേറ്റും ഇല്ല, 450 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇത് പിന്നെ നോർമൽ നമുക്ക് ബക്കളല്ല, ഇവിടെ ഒരു എലാസ്റ്റിക് ടൈപ്പായിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കും, കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഹീലിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു 2.5 ഇഞ്ചിൻ്റെ ഒക്കെ ഉണ്ടാവും. 2.5 ഇഞ്ച് ആയാലും പേടിക്കാനൊന്നുമില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു പോർഷനിൽ അത് ബാലൻസ് ആയി പോയിക്കോളും. അപ്പോൾ നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റാംബോക്കിനോ നമുക്ക് ഏതിന് വേണമെങ്കിലും കൂട്ടിയിട്ടോ, അത് നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ. നമുക്ക് നോർമലി ഇപ്പോൾ ഇതിൽ കാണിച്ചതിൽ മൊത്തം ഒരു 250 തൊട്ടാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ചെരുപ്പിൽ. ഇനി അടുത്തത് ഒരു ഷൂ ഫോർമലായിട്ട് നമുക്ക് ഒരു ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഷൂ മോഡലാണ് കേട്ടോ. ബ്ലോക്ക് ഹീലിൽ വിത്ത് സിബിൾ ടൈപ്പായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൽ പോയിൻറ്റഡ് ടോ ആണ് ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഷെയ്ഡാണ്. അതിൽ കാല് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ ഇവിടെ എലാസ്റ്റിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലാസ്റ്റിക് ഇപ്പുറത്തെ സൈഡ്, പിന്നെ കാല് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് അവിടെ കിടന്നോളും. ഇതൊരു ആങ്കിൾ ബൂട്ടാണ് കേട്ടോ വരുന്നത്. വൈറ്റ് പോളോ ബ്രാൻഡിൻ്റെ പിന്നെ ഇവിടെ ബ്ലാക്ക് ആണെങ്കിലും ഈ ഒരു പോർഷൻ കാണുകയാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു പോർഷൻ. പിന്നെ ബാക്ക് സൈഡിൽ ഗ്രിപ്പ്, അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട്. സൈസ് വരുന്നത് 40 സൈസ് പെർഫെക്റ്റ് സൈസാണ്. അപ്പോൾ ഇതിൽ ഒരു 3 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതിൽ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ടാൻ ഷെയ്ഡ് ഇങ്ങനെ, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, അങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം എല്ലാതും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പും അതുപോലെ ഹീലുള്ളത്, ബ്ലോക്ക് ഹീൽ, കിട്ടൺ ഹീൽ, പോയിൻറ്റഡ് ഹീൽ, അതുപോലെ ഫോർമൽ ആയിട്ടുള്ളത്, അങ്ങനെ പല തരം ഫുഡ് വെയർസ് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. കാരണം ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ഡേ സെയിൽ 50 to 80% ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എത്രയോ ബ്രാൻഡ്സ് നമുക്ക് സ്റ്റൈൽസ് ഒക്കെ കാണാൻ പറ്റുമെന്ന് അറിയാം. ഒരുപാട് വലിയ ബ്രാൻഡ്സുകളൊക്കെ, പിന്നെ ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ റീഫണ്ട് ചെയ്യാനും ഒക്കെ പെട്ടെന്നാണ് കേട്ടോ. അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളറുടെ ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.